ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും നല്ല സുഖമാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. കഴുകി വെച്ചിട്ടുള്ള ചിക്കനിക്ക് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. മസാല എല്ലായിടത്തേക്കും എത്തുന്ന തരത്തിൽ തിരുമ്മിയിട്ട് അത് നമുക്ക് കുക്കർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്ന വരെ അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിക്കുക. ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഒരു വിസിൽ വരുമ്പോൾ അത് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എയർ പോണ വരെ അതവിടെ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്തത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള വെല്ലുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, അത് ലാസ്റ്റാണ് ഇടേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റിയിട്ട് ഈ ഒരു ലെവലായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് അതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം 2 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് അതും ഈ വഴറ്റി വെച്ചേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് ആ പച്ചമണം ഒന്ന് പോണ വരെ അതും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, കുരുമുളകും കൂടി മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചത് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ച ചുവ പോണ വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 3 സ്പൂണ് മുളക് പൊടിയും 3 സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ 3 സ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇട്ടതിന് ശേഷം പൊടികളൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന തരത്തിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ പച്ച ചൊവയും ഒക്കെ പോണ വരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ചിക്കൻ വേവിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതുവരെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച് ചിക്കനാക്കി ഇട്ടിട്ട് മസാല എല്ലായിടത്തും എത്തുന്ന തരത്തിൽ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനും മസാലയും ഒക്കെ കൂടി ചേർക്കുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. അങ്ങനെ വെന്ത് നമുക്ക് ഗ്രേവി നമ്മൾക്ക് എത്ര ആവശ്യത്തിനനുസരിച്ചിട്ടാണോ വേണ്ടത് വെച്ചാൽ അത്ര വരെ അടച്ചിട്ട് വേവിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഗ്രേവി വറ്റണ വരെ അടച്ച് വേവിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പണിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.